ഹലോ എവരിവൺ, നമ്മൾ 9th ക്ലാസ്സിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞത് പ്രഗ്നൻസി, അതുപോലെ തന്നെ പ്രീനേറ്റൽ കെയർ അല്ലെങ്കിൽ ഗർഭകാലത്തെ പരിചരണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെയാണ് അല്ലേ. പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 270 to 280 ഡേയ്സ് ആണ് അല്ലെ. 270 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ബേബി എന്ന് പറയുന്നത് ഫുള്ളി ഗ്രോൺ ആവും, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ബേബി ഉണ്ടാകും. ഇനി ഈ ബേബി പുറത്തു വരുന്ന പ്രോസസ്സാണ്. ബേബി പുറത്തു വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുലേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയും. അതായത് നമുക്കറിയാം, നമ്മുടെ യൂട്രസിനകത്തിലാണ് ബേബി വളരുന്നത്. അപ്പൊ ഈ യൂട്രസ് എന്ത് ചെയ്യും? നല്ല ശക്തമായിട്ട് കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ സങ്കോചിക്കുന്നതിന്റെ ഫലമായിട്ട് ബേബി പുറത്തു വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുലേഷൻ അല്ലെങ്കിൽ പ്രസവം. ഇതെന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ആണ് അല്ലെ, ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത് നടക്കുന്നത്, പാർച്ചുലേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ബേബിയുടെ ഹെഡ് എന്ന് പറയുന്നത് വജൈനൽ ഓപ്പണിങ്ങിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ യോനി മുഖത്തേക്ക് തിരിഞ്ഞു വരും. ആ തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ യൂട്രസ് നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ സങ്കോചിക്കുന്നതിന്റെ ഫലമായിട്ട് ബേബി എന്ത് ചെയ്യും? പുറത്തു വരുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് പാർച്ചുലേഷൻ അല്ലെങ്കിൽ പ്രസവം. അപ്പൊ അവിടെ നിന്ന് പറയുന്നത് യൂട്രസിന്റെ വാള് ശക്തമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ സങ്കോചിക്കുന്നത് കൊണ്ടാണ് ബേബി പുറത്തേക്ക് വരുന്നത്. ഇനി ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ബേബിക്ക് അമിതമായിട്ടുള്ള ഗ്രോത്തോ അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ തകരാറോ ഒക്കെ ഉള്ളപ്പോൾ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ പാർച്ചുലേഷൻ നടക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ നടത്തേണ്ടി വരും. സിസേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സിസേറിയൻ. അപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പാർച്ചുലേഷൻ അല്ലെങ്കിൽ പ്രസവം എന്ന് വിളിക്കും. അതിന് സഹായിക്കുന്നത് യൂട്രസിന്റെ സ്ട്രോങ് കോൺട്രാക്ഷൻസ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സങ്കോചമാണ്. ഇനി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ പാർച്ചുലേഷൻ നടക്കാതെ വരുമ്പോൾ എന്ത് നടത്തുന്നു? സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ നടത്തുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം. അതായത് വളരെ മഹനീയമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഈ മാതൃത്വം അല്ലെ. അതായത് പുതിയൊരു ജീവൻ ഗർഭാശയത്തിൽ വളരുന്നു. ആ കുഞ്ഞിനെ പുറത്തെത്തിച്ച്, അതായത് ഗർഭാശയത്തിന് പുറത്തെത്തിച്ചിട്ട് അതിന് ആവശ്യമായിട്ടുള്ള മിൽക്കൊക്കെ കൊടുത്ത് അതിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ മഹനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. പുതിയൊരു ജീവനെയാണ് നമ്മൾ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ. അതെന്ന് പറയുന്നത് ഒരു മഹനീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് നോർമൽ വെയിറ്റിനേക്കാൾ ഒരു 10-12 കിലോഗ്രാം എങ്കിലും അധികമാകുന്നുണ്ട് ഏത് സമയത്ത്? പ്രഗ്നൻസി പീരീഡിൽ. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലാസന്റ, പിന്നെ ബേബി, ഇതിന്റെ എല്ലാം കൂടെ വെയിറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 10 മുതൽ 12 കിലോഗ്രാം അമിതമായിട്ട് വെയിറ്റ് വരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മുടെ യൂട്രസ് എന്ന് പറയുന്നത് ഒരു 500 മുതൽ 1000 മടങ്ങ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ വികസിക്കും. കാരണം ആ ഒരു ബേബിയെയും അത്രയും അമ്നിയോട്ടിക് ഫ്ലൂയിഡും എല്ലാം കൂടി ഉൾക്കൊള്ളണം അല്ലെ. അപ്പൊ നോർമൽ യൂട്രസിന് അല്ലെങ്കിൽ ഗർഭാശയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം എന്ത് ചെയ്യണം? വെയിറ്റ് അതിന് ഉൾക്കൊള്ളണം അല്ലെ, അല്ലെങ്കിൽ അതിന് കൂടുതൽ സ്പേസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 500 മുതൽ 1000 മടങ്ങ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം വികസിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ബേബിയെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവിടെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ 10 മുതൽ 12 കിലോഗ്രാം വരെ ഈ സമയത്ത് വെയിറ്റ് കൂടും. ഇനി അതുപോലെ തന്നെ ഈ ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ പാർച്ചുലേഷന്റെ ടൈമില് സ്ട്രോങ് കോൺട്രാക്ഷൻസ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സങ്കോചമാണ് ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രസവം എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്തുകൊണ്ടാണെന്ന് അങ്ങനെ വരുന്നത്? യൂട്രസ് എന്ത് ചെയ്യുന്നുണ്ട്? ശക്തമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ബേബി എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്, അതായത് ഈ കുഞ്ഞിനെ ഇത്രയും കാലം ഉൾക്കൊള്ളുക, അതുപോലെ തന്നെ സ്ട്രോങ് കോൺട്രാക്ഷൻസിലൂടെ ബേബി എന്ത് ചെയ്യുക? പുറത്തേക്ക് കൊണ്ടുവരിക, ഗർഭാശയത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലോകത്തേക്ക് നയിക്കുക അല്ലെ. അതുപോലെ തന്നെ ആ പുറത്തെത്തുന്ന കുഞ്ഞിന് കുറെ കാലത്തേക്കെങ്കിലും എന്ത് കൊടുക്കണം? മിൽക്ക് കൊടുക്കണം. മിൽക്ക് കൊടുത്ത് വേണം കുഞ്ഞിനെ എന്ത് ചെയ്യാനായിട്ട്? വളർത്താനായിട്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്, അതായത് മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം എന്ന് പറയുന്നത് വളരെ മഹനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഉള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ അത്രയും വേദന അനുഭവിക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാതൃത്വം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ഡെലിവറി ഒക്കെ നടന്നതിന് ശേഷം അല്ലെങ്കിൽ പ്രസവം നടന്നതിന് ശേഷം ഉടനെ ഉണ്ടാകുന്ന മിൽക്കിനെ വിളിക്കുന്ന പേരാണ് കൊളസ്ട്രോം എന്ന് വിളിക്കുക. അതായത് ഫസ്റ്റ് ഫോംഡ് മിൽക്ക് ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ പാർച്ചുലേഷന് ശേഷം ഉണ്ടാകുന്ന ഒരു ലൈറ്റ് യെല്ലോ കളേർഡ് മിൽക്ക്, ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള പാലിനെ വിളിക്കുന്ന പേരാണ് കൊളസ്ട്രോം എന്ന് വിളിക്കും. ഈ കൊളസ്ട്രോത്തിനകത്തിൽ ധാരാളം ആന്റിബോഡികളുണ്ട്. ഈ ആന്റിബോഡികൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. അതായത് ഒരു കുഞ്ഞിന് ജീവിതകാലം മുഴുവനുള്ള രോഗപ്രതിരോധ ശേഷി നൽകാൻ എന്തിനു കഴിയും? ആ മിൽക്കിൽ, അതായത് ഫസ്റ്റ് മിൽക്കായിട്ടുള്ള കൊളസ്ട്രോത്തിലുള്ള ആന്റിബോഡീസിന് കഴിയും.
ഇനി ഇത് കൂടാതെ പലതരത്തിലുള്ള രോഗങ്ങൾ, അതായത് അലർജി, ഇൻഫെക്ഷൻ, അണുബാധ, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസസ്, അതായത് ശ്വസനപരമായിട്ടുള്ള തകരാറുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള തകരാറുകളിൽ നിന്നൊക്കെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആന്റിബോഡീസ് എന്തിലുണ്ട്? ആ മിൽക്കിനകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതായത് ഒരു ഫസ്റ്റ് 6 months എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് മാത്രം മതി. മറ്റ് കുറുക്കുകളോ അല്ലെങ്കിൽ മറ്റ് ദ്രാവക രൂപത്തിലുള്ള ഫുഡിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അമ്മയുടെ പാല് മാത്രം മതി കുഞ്ഞിന് വളരാനായിട്ട്. അതായത് 6 മാസത്തേക്കുള്ള ന്യൂട്രിയൻസ്, ഫുൾ പോഷകങ്ങൾ ഏതിനകത്തിലുണ്ട്? ആ മിൽക്കിനകത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 വയസ്സ് വരെ കുഞ്ഞിന് എന്ത് കൊടുക്കാം? ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാം. കാരണം അതിനകത്ത് ധാരാളം ആന്റിബോഡീസ് ഉണ്ട്. കുഞ്ഞിന് ലൈഫ് ലോങ് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൊടുക്കാനായിട്ട് എന്തിനു സാധിക്കും? ഈ ആന്റിബോഡികൾക്ക് സാധിക്കും, ഇല്ലേ? അതുകൊണ്ട് 2 വയസ്സ് വരെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് മതി. ഇനി 6 മാസം വരെ ഓൺലി ബ്രസ്റ്റ് ഫീഡിങ്, മറ്റു കുറുക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇനി 2 വയസ്സ് വരെ എന്ത് കൊടുക്കാം? ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മറ്റ് ഫുഡ് ഐറ്റംസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലേ? ഇനി ഇത് കൂടാതെ തന്നെ ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ബോഡി ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ, അതായത് ശരീരത്തിന്റെ താപനില ക്രമീകരിക്കാനും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം ഒക്കെ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്, കുഞ്ഞിനെ സഹായിക്കുന്നുണ്ട്. അതായത് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് 6 months എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് മറ്റു ഫുഡിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെ? ഇനി ഒരു 2 years വരെ ബ്രസ്റ്റ് ഫീഡിങ് ആകാം. അതിനോടൊപ്പം തന്നെ മറ്റു ഫുഡ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഈ അമ്മയുടെ മിൽക്കിനകത്തിൽ ധാരാളം ആന്റിബോഡീസ് ഉണ്ട്. അത് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നൽകുന്നു. അതോടൊപ്പം തന്നെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും ഡീഹൈഡ്രേഷൻ തടയാനുമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നതോടൊപ്പം തന്നെ കുഞ്ഞിന് വാക്സിനേഷൻ വളരെയധികം അത്യാവശ്യമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ, കൃത്രിമമായിട്ടുള്ള പ്രതിരോധവൽക്കരണവും നടത്തണം. അതായത് നമുക്കറിയാം, ഇവിടെ നിന്ന് പറയുന്ന ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രോഗങ്ങൾക്കെതിരെ ഉള്ള ഒരു പ്രതിരോധവൽക്കരണം കുഞ്ഞിനുണ്ടാകണമെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ വളരെയധികം അത്യാവശ്യമാണ്. അതായത് ജനിക്കുമ്പോൾ മുതൽ പല വാക്സിനുകളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായ കാലയളവിൽ എന്ത് കൊടുക്കണം? വാക്സിൻസ് കൊടുക്കണം. അപ്പൊ ജനിക്കുമ്പോഴുടനെ കൊടുക്കുന്ന വാക്സിനുകളാണ് ഈ ഓറൽ പോളിയോ വാക്സിൻ, BCG, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരായിട്ടുള്ള വാക്സിനുകൾ. അപ്പൊ ഇങ്ങനെയുള്ള വാക്സിനുകളൊക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ കുഞ്ഞിന് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഒരു പ്രതിരോധവൽക്കരണം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമുക്കറിയാം, ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ അല്ലെങ്കിൽ കൊളസ്ട്രോളിലൂടെ ആന്റിബോഡീസ് കിട്ടുന്നുണ്ട്. എങ്കിൽ തന്നെയും അതിനോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ കുഞ്ഞിന് പലവിധ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗമാണ് ഏതെന്ന് പറയുന്നത് വാക്സിനേഷൻ. അപ്പൊ കൃത്യമായിട്ടുള്ള കാലയളവിൽ ഏത് വാക്സിനാണോ കൊടുക്കേണ്ടുന്നത് ആ വാക്സിൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അത് കുഞ്ഞിന്റെ അവകാശമാണ്. അടുത്തതെന്ന് പറയുന്ന വേരിയേഷൻസ് ഇൻ ദ ബർത്ത് റേറ്റ്, അതായത് ജനന നിരക്കിലുള്ള വ്യത്യാസങ്ങൾ. ഫ്രീക്വന്റ് പ്രഗ്നൻസീസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് കൃത്യമായി ഇടവേളകളൊന്നും ഇല്ലാതെ തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് അമ്മയുടെയും കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വളരെയധികം ദോഷമുണ്ടാവും, അല്ലെ? അതായത് ഒരു ഫസ്റ്റ് ചൈൽഡ് ഉണ്ടായി അതിന് അധികം പ്രായമാകുന്നതിന് മുന്നേ സെക്കൻഡ് ചൈൽഡ് കൂടി ഉണ്ടായാൽ ഫസ്റ്റ് ചൈൽഡിന് ആവശ്യമായിട്ടുള്ള കെയർ ഒന്നും കിട്ടത്തില്ല. അതുകൂടാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് അമ്മയുടെയും അതുപോലെ തന്നെ ഉണ്ടാകുന്ന കുഞ്ഞിന്റെയും ഹെൽത്തിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പ്രഗ്നൻസിക്കും ഇടയിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടവേള ഉണ്ടായിരിക്കണം. അത് വളരെയധികം അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ഒത്തിരി ബർത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബർത്ത് റേറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റലി വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാക്കും, ഇല്ലേ? അതായത് പൊല്യൂഷനും അതുപോലെ തന്നെ മറ്റ് റിസോഴ്സസിന്റെ കുറവും ഒക്കെ അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്, ഇല്ലേ? ഇനി അതുപോലെ തന്നെ ചില കൺട്രീസ് എന്ന് പറയുമ്പോൾ ബർത്ത് റേറ്റ് വളരെയധികം കുറവാണ്. അപ്പൊ ഈ ബർത്ത് റേറ്റ് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്, അല്ലെ? അപ്പൊ ഈ വേരിയേഷൻ ഇൻ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ജനന നിരക്കിലുള്ള വ്യത്യാസങ്ങള് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും പല തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബർത്ത് റേറ്റ് ഒരുപാട് കൂടുന്നത് ദോഷകരമാണ്, അല്ലെ? അപ്പൊ ഈ ബർത്ത് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാം. അതായത് പ്രഗ്നൻസീസ് തടയാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡ്സിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ. അപ്പൊ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് മെയിൽസിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫീമെയിൽസിനും യൂസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ വിവിധ തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പൊ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പൊ കപ്പിൾസിന് ഉടനെ ഒന്നും ഒരു ചൈൽഡ് വേണ്ട, അതായത് മാരേജ് ഒക്കെ കഴിഞ്ഞു ഉടനെ ഒന്നും ചൈൽഡ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ചൈൽഡ് ഉണ്ടായി
ഇനി ഒരു 5 ഇയേഴ്സ് ചിൽഡ്രൻ ഒന്നും വേണ്ട, അത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഒരു ഇടവേള കൊടുക്കാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യാം? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ ടെമ്പററി മെത്തേഡ്സും ഉണ്ട്, പെർമനന്റ് മെത്തേഡ്സും ഉണ്ട്. അതായത് താൽക്കാലികമായിട്ട് നമുക്ക് പ്രഗ്നൻസി ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ടെമ്പററി മെത്തേഡ്സിൽ വരുന്നത്, താൽക്കാലികമായിട്ടുള്ള മാർഗങ്ങൾ. ഇനി പെർമനന്റ് മെത്തേഡ്സ് ഉണ്ട്, അതായത് ഇനി ചിൽഡ്രൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എടുക്കുന്ന മെത്തേഡ്സ് ആണ് പെർമനന്റ് മെത്തേഡ്സിൽ വരുന്നത്. അപ്പൊ ടെമ്പററി മെത്തേഡ്സിൽ വരുന്നത് ഇതാണ്: ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ഹോർമോൺ ഗുളികകൾ എന്ന് പറയും. അതായത് ഓവുലേഷൻ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അണ്ടോത്സർജനം തടയാൻ വേണ്ടിയിട്ട് ഹോർമോൺ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് ഉള്ളിലേക്ക് എടുക്കുക. അപ്പൊ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഓവുലേഷൻ ഒന്നോ അല്ലെങ്കിൽ ഓവത്തിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സോ ഒക്കെ എന്ത് ചെയ്യും? തടയപ്പെടും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന പിൽസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ആണ് ഏതെന്ന് പറയുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. അതെന്ത് പ്രിവെന്റ് ചെയ്യുന്നു? ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോത്സർജനം തടയുന്നു. അപ്പൊ താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്ക് കുട്ടികളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ഹോർമോൺ ഗുളികകൾ എടുക്കാം. രണ്ടെന്ന് പറയുന്നത് ഡയഫ്രം. ഡയഫ്രം എന്ന് പറയുന്നത് സ്പേംസ് യൂട്രസിലേക്ക് എത്തുന്നത് തടയുന്നതിനെ സഹായിക്കുന്നു. അതായത് സ്പേംസ് അല്ലെങ്കിൽ പുംബീജങ്ങൾ മെയിലിൽ നിന്നും യൂട്രസിലേക്ക് അല്ലെങ്കിൽ ഗർഭാശയത്തിലേക്ക് എത്തുന്നത് തടയാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ഡയഫ്രം. അടുത്തത് സ്പെർമിസൈഡ്സ്. സ്പെർമിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുംബീജ കോശങ്ങളെ എന്ത് ചെയ്യുക? നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ക്രീമുകളോ അല്ലെങ്കിൽ ജെല്ലീസിനോ ഒക്കെ വിളിക്കുന്ന പേരാണ് സ്പെർമിസൈഡ്സ് അല്ലെങ്കിൽ പുംബീജ നാശിനികൾ എന്ന് വിളിക്കുക. അപ്പൊ സ്പേംസിനെ എന്ത് ചെയ്യുന്നു? അത് നശിപ്പിച്ച് കളയുന്നു. അതായത് സെർവിക്സിന്റെ അടുത്തായിട്ട് എത്തുമ്പോഴത്തേക്ക് സ്പേംസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേമും ഓവവും കൂടി എന്ത് ചെയ്യത്തില്ല? ഫ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ത് ചെയ്യപ്പെടുന്നു? തടയപ്പെടുന്നു. അപ്പൊ സ്പെർമിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുംബീജ നാശിനികൾ അല്ലെങ്കിൽ സ്പേംസിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയത്തിലേക്ക് കടത്തി വെക്കാൻ പറ്റുന്ന ഡിവൈസസ്, ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അപ്പൊ ഈ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ ആ ഇംപ്ലാന്റേഷൻ തടയാനായിട്ട് സഹായിക്കുന്ന ഡിവൈസസ്, ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇതെന്ന് പറയുന്നത് ഗർഭാശയത്തിനുള്ളിലേക്ക് കടത്തി വെക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാണ്. എന്ത് തടയുന്നു? ഇംപ്ലാന്റേഷൻ തടയുന്നു. അടുത്തതെന്ന് പറയുന്നത് കോണ്ടംസ്. കോണ്ടംസ് എന്ന് പറയുന്നത് സ്പേംസ് വജൈനയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് തടയാനായിട്ട് സഹായിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗമാണ് ഏതെന്ന് പറയുന്നത് കോണ്ടംസ്. അതായത് മെയിലിൽ നിന്നും സ്പേംസ് എവിടേക്ക് വരുന്നില്ല, വജൈനയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗമാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും, അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അത് ഓവുലേഷൻ തടയുന്നു. ഡയഫ്രം എന്ന് പറയുന്നത് സ്പേംസ് യൂട്രസിലേക്ക് എത്തുന്നത് തടയുന്നു. സ്പേമിസൈഡ്സ് എന്ന് പറയുന്നത് സ്പേംസിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ഇംപ്ലാന്റേഷൻ തടയാനായിട്ട് സഹായിക്കുന്നു. കോണ്ടംസ് എന്ന് പറയുന്നത് സ്പേംസ് വജൈനയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് തടയുന്നു. അപ്പൊ ഇത്രയും എന്ന് പറയുന്നത് ടെമ്പററി മെത്തേഡ്സ് ആണ്. അതായത് പ്രഗ്നൻസി താൽക്കാലികമായിട്ട് നമുക്കൊന്ന് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞത് ഇത്രയും. ഇനി അടുത്ത രണ്ടെണ്ണം എന്ന് പറയുന്നത് ട്യൂബെക്ടമി ആൻഡ് വാസെക്ടമി. ഇത് രണ്ടും പെർമനന്റ് മെത്തേഡ്സ് ആണ്. അതായത് 2 കുട്ടികളൊക്കെ ആയി ഇനി കുട്ടികൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ചെയ്യുന്ന പെർമനന്റ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ട്യൂബെക്ടമി ആൻഡ് വാസെക്ടമി. ഇതിലെ ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ചെയ്യുന്ന സർജറി മെത്തേഡ് ആണ്. അതായത് ഫീമെയിൽസിന്റെ ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്ട്, നമുക്കറിയാം അണ്ടവാഹി അല്ലെ? അപ്പൊ ആ ഓവിഡക്ട് അല്ലെങ്കിൽ അണ്ടവാഹി എന്ത് ചെയ്യും? ഒന്നുകിൽ ടൈ ചെയ്ത് വെക്കും. ടൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിഞ്ഞാല് ഈ ഓവം എന്ത് ചെയ്യത്തില്ല? ഓവവും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് കട്ട് ചെയ്യും, അതായത് അല്ലെങ്കിൽ മുറിക്കും. അപ്പൊ അങ്ങനെ മുറിച്ച് മാറ്റിയാലും എന്ത് ചെയ്യത്തില്ല? ഈ സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ട്യൂബെക്ടമി ഫീമെയിലിൽ നടത്തുന്ന സർജിക്കൽ മെത്തേഡാണ്. അതായത് സർജറിയാണ് ചെയ്യുന്നത്. അവിടെ എന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് ഒന്നുകിൽ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ മുറിക്കുന്നു. കെട്ടിവെക്കുകയോ മുറിക്കുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറത്തേക്ക് എത്താൻ പറ്റത്തില്ല, അല്ലെ? അപ്പൊ അവരുടെ സഞ്ചാരപാതയാണ് നമ്മൾ തടസ്സപ്പെടുത്തുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പെർമനന്റ് മെത്തേഡാണ്. അത് ഫീമെയിലാണ് ചെയ്യുന്നത്.
ദെൻ അടുത്തതെന്ന് പറയുന്നത് വാസെക്ടമി. വാസെക്ടമി ഒരു സർജിക്കൽ മെത്തേഡാണ്. അത് മെയിലിൽ ചെയ്യുന്നതാണ്. പുരുഷന്മാരിൽ എന്ത് ചെയ്യുന്നു, വാസ് ഡെഫറൻസ് അല്ലെങ്കിൽ ബീജവാഹി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ മുറിക്കുകയോ ചെയ്യുന്നു. മുറിക്കുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കും, സ്പേമിന്റെ പാത്താണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്റ്റർബ്ഡ് ആവുന്നത് അല്ലേ, അതായത് പുംബീജ കോശങ്ങളുടെ സഞ്ചാരപാത അവിടെ തടസ്സപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ രണ്ട് മെത്തേഡ്സും പെർമനന്റ് ആയിട്ട് ഉള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. അത് ട്യൂബെക്ടമി ഫീമെയിലിൽ ചെയ്യുന്നു, വാസെക്ടമി മെയിലിൽ ചെയ്യുന്നു. ട്യൂബെക്ടമി എന്ന് പറയുമ്പോൾ ഫീമെയിലിന്റെ ഫലോപ്പിയൻ ട്യൂബ് കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ മുറിക്കുകയോ ചെയ്യുന്നു. ഓവത്തിന്റെ ആ ഒരു പാത്ത് ഓഫ് ട്രാവൽ അല്ലെങ്കിൽ സഞ്ചാരപാതയെ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റർബ്ഡ് ആക്കുന്നു അല്ലെ, സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തുന്നു. ഇനി വാസെക്ടമി എന്ന് പറയുമ്പോൾ മെയിലിലാണ് ചെയ്യുന്നത്. മെയിലിന്റെ വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ ബീജവാഹി കെട്ടിവെക്കുകയോ മുറിക്കുകയോ ചെയ്ത് സ്പേംസിന്റെ സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തുന്നു. അപ്പൊ ഇത്രയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പൊ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ബർത്ത് റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.